ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് കല്യാണത്തിൻ്റെ റിസപ്ഷന് വേണ്ടിയിട്ട് പോകാൻ പോവേണേ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നേക്കണത്. വൈകിട്ട് ഒരു 7 മണി മുതലാണ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യണത്. ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങളിത് ഇവിടെ റെഡിയായി നിൽക്കുകയാണ്. വാവിച്ചിയുടെ ഉമ്മച്ചിയുടെയും കൂടെയാണ് പോണത്. അപ്പോൾ അവരിപ്പോൾ വരും. അപ്പോൾ ഇന്നിപ്പോൾ പെരുമ്പാവൂർ ഒരു ഹോളിൽ വെച്ചാണ് കേട്ടോ ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേഗം തന്നെ പോകാം. നേരം വഴുകി. അപ്പോൾ നമുക്ക് പോകാം. അവിടെ പോയിട്ട് അവിടെ എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടി, ഇന്ന് എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഫുഡും എന്തൊക്കെയെന്ന് നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ. പാത്തുതേ റെഡിയായി ഇവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ 3 പേരും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോണ വഴിയിലുള്ള കാഴ്ചകളൊന്നും കൂടുതലായിട്ടൊന്നും കാണിക്കണമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വേഗം ഹോളിലെത്താം. അപ്പോൾ നമ്മളിപ്പോൾ ഹോളിലെത്തി ചെന്നപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്കൊക്കെ കുടിക്കുക കേട്ടോ. അപ്പോൾ രാവിലെ കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. പിന്നെ അതിന് ശേഷം വൈകിട്ട് പിന്നെ രണ്ടാമത് വീണ്ടും നമ്മൾ പെരുമ്പാവൂർക്ക് വന്നേക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോയൊന്നും അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ ഫ്രണ്ടിൽ തന്നെ കുറേ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെക്കൻ്റെയും പെണ്ണിൻ്റെയും പേരൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഹോളിൻ്റെ അകത്തേക്ക് കിടക്കുകയാണ്. അപ്പോൾ അകത്തേക്ക് കിടക്കുമ്പോഴും കുറേ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വരുന്ന പാസേജിലൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ചെന്നപ്പോഴത്തേനും ചെക്കനും പെണ്ണൊക്കെ സ്റ്റേജിൽ വന്നിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവരുടെ എൻട്രി ഒന്നും ഞാൻ വീഡിയോയിൽ പകർത്താനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചടങ്ങുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ചടങ്ങെന്ന് പറഞ്ഞാൽ ചെക്കൻ്റെ ഉമ്മ പെണ്ണിന് വളയിട്ട് കൊടുക്കുക, പാല് കൊടുക്കുക, അതൊക്കെയാണ് ചടങ്ങുകൾ. അപ്പോൾ ഇത്താത്ത അങ്ങനെ വളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം പിന്നെ മൂത്തുമ്മ ഒരു മാലയിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഞങ്ങളുടെ വാപ്പച്ചിയുടെ മൂത്ത ജ്യേഷ്ഠൻ്റെ ഭാര്യ. അപ്പോൾ മൂത്തുമ്മയാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മൂത്തുമ്മ മാലയിട്ട് കൊടുത്തു. അപ്പോൾ അതൊക്കെ അങ്ങനെ ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. പിന്നെ കൂടുതലും ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ചടങ്ങുകളെന്ന് പറഞ്ഞാൽ. അപ്പോൾ മെയിനായിട്ട് ചെക്കൻ്റെ ഉമ്മ വളയിടുക, പാല് കൊടുക്കുക, അതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ചടങ്ങുകൾ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ എല്ലാവരും കൂടി ഇന്ന് പല പല ഫോട്ടോസ് എടുക്കലും അതൊക്കെയാണ് കേട്ടോ ഇനിയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഇത്തിരി ലേറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും എൻട്രിയും കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോയിൽ പകർത്താനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നാലുള്ളൂ നമ്മുടെ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ചടങ്ങുകളൊക്കെ ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നിന്ന് അങ്ങനെ പോസ് ചെയ്ത് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ സ്റ്റേജിലേക്കൊന്നും കയറാൻ നിന്നില്ല. ഒന്നാമത്തേൽ ആകെ ഈ യാത്രയുടെ അലച്ചിലും ഒക്കെ കാരണം ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അവിടെ ഇരുന്ന് ഇതൊക്കെ കാണുമായിരുന്നു കേട്ടോ. പിന്നെ സ്റ്റേജിലേക്ക് കയറാനൊന്നും പിന്നെ നിന്നിട്ടുണ്ടായിരുന്നില്ല. ഫോട്ടോസ് എടുക്കാൻ മാത്രമേ പിന്നെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഷീനൂടെ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഫോട്ടോയൊക്കെ നല്ല തിരക്കാണ്.
ചെക്കൻ്റെ ഫ്രണ്ട്സിൻ്റെ ഡാൻസും പിന്നെ അവരുടെ ഗിഫ്റ്റ് കൊടുക്കലൊക്കെയാണ് കേട്ടോ കണ്ടത്. അപ്പോൾ അതേ അതിൻ്റെ ഇടയിൽ ഞങ്ങളിവിടെ ഇരിപ്പുണ്ട്. ഞാൻ ബേബീനെയൊക്കെ ഇങ്ങനെ മടിയിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ പിള്ളേരൊക്കെ പോയിട്ട് ഇങ്ങനെ പഞ്ഞിമിഠായിയൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞതിന് ശേഷം പിന്നെ അതേ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരുപാട് ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റത്തെ ട്രിപ്പൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഫുഡിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ബീഫ് ബിരിയാണി, ചിക്കൻ വറുത്തത്, സാലഡ്, അച്ചാറ്, പുളിങ്കറി ഇതൊക്കെയായിരുന്നേ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നാണ്ടോ ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ ഏകദേശം അവിടെ എല്ലാവരും പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പിള്ളേരെ ചെറിയൊരു ഡാൻസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ അതാണ് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ അതേ വേഗം ഫുഡൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇത്താത്താമാരുടെ പിള്ളേരാണ്, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഇതാണ് നമ്മുടെ ഇത്താത്താടെ ഫാമിലി, അതായത് പയ്യൻ്റെ വാപ്പിച്ചി, ഉമ്മിച്ചി, പിന്നെ അതേ അനിയൻ, അനിയത്തി, അപ്പോൾ എല്ലാവരും കൂടി അടങ്ങണ ഫാമിലി. ഇപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ കല്യാണം കൂടണ വീട്ടിലെ ഫാമിലി. അങ്ങനെ ഓരോരുത്തരായിട്ട് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും ഫുഡടിയൊക്കെ കഴിഞ്ഞ് ഡാൻസ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ ഒരുവിധം എല്ലാവരും പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വീട്ടുകാരും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതേ അതിൻ്റെ ഇടയിൽ ഞങ്ങളൊക്കെ കയറി അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ്. അപ്പോൾ ഒരുവിധം തിരക്കൊക്കെ ഒഴിഞ്ഞല്ലോ. അപ്പോൾ ആദ്യമൊക്കെ ഫോട്ടോസ് എടുക്കാനൊക്കെ നല്ല ക്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ ചെക്കൻ്റെ വീട്ടിലെ മെയിനായിട്ടുള്ള ആവശ്യം. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല തിരക്കായിരുന്നു കേട്ടോ കല്യാണത്തിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഇതാണ്ടോ നമ്മുടെ മൂത്താപ്പാടെ ഫാമിലി, അതായത് വാപ്പിച്ചിയുടെ ജ്യേഷ്ഠൻ്റെ ഫാമിലി. അപ്പോൾ ജ്യേഷ്ഠൻ മരിച്ചുപോയി, അതിൻ്റെ വൈഫും മക്കളും ആണ് കേട്ടോ. അപ്പോൾ 5 മക്കളാണ് ഇവർക്കുള്ളത്, 4 പെണ്ണും 1 ആണും. അപ്പോൾ അവരുടെ ഭാര്യമാരും ഭർത്താക്കന്മാരും പിന്നെ മക്കളും ഒക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും കൂടി ഇന്ന് ലാസ്റ്റ് ഒരു വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കണതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമുണ്ട് പിന്നെ പിള്ളേരെ ഡാൻസ് സ്റ്റാർട്ട് ചെയ്യണത്. അങ്ങനെ ഞങ്ങളെല്ലാവരും അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ഒരുവിധം എല്ലാവരൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് പോകാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ പിള്ളേരുടെ ഡാൻസ് എന്ന് പറഞ്ഞാൽ അനിയത്തിമാരുടെ അനിയന്മാരുടെയൊക്കെ ഡാൻസാണ്. ഫ്രണ്ട്സിൻ്റെയൊക്കെ ഡാൻസ് പിന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഇവനാണ് കേട്ടോ നമ്മുടെ ഇക്കാക്കാടെ മോൻ. ഇവനാണ് എൻ്റെ വീഡിയോസ് എല്ലാം എനിക്ക് 2-3 ദിവസമായിട്ട് എല്ലാം എടുത്ത് തന്നിരുന്നത് ഇവനാണ് കേട്ടോ. അപ്പം ഞാൻ ഇവനെ പരിചയപ്പെടുത്തിയതാണ്. റാസിൽ എന്നാണ് ഇവൻ്റെ പേര്.
അപ്പോൾ ഇന്നത്തെ റിസപ്ഷൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇതൊക്കെ ചെയ്യണേ. അപ്പോൾ പുതിയ വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.